കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി പലപ്പോഴും ഫാഷൻ, സിനിമ, മോഡലിംഗ് രംഗങ്ങളുടെ ഹബ്ബായി മാറാറുണ്ട്. ഗ്ലാമർ ലോകത്ത് തിളങ്ങാനും പ്രശസ്തിയും പണവും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിദിനം കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഈ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കൊച്ചിയിൽ അടുത്തിടെ പുറത്തുവന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സെക്സ് റാക്കറ്റ് കേസ്. മോഡലിംഗ് രംഗത്ത് കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി യുവതികളെ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ വീഴ്ത്തി വിദേശത്തേക്ക് കടത്തി ക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന വലിയൊരു മാഫിയയാണ് ഇവിടെ സജീവമായിരുന്നത്. കേസിന്റെ മുഖ്യ സൂത്രധാരയായ സിന്ധു ഉൾപ്പെടെയുള്ളവർ പിടിയിലായതോടെ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര മാഫിയയുടെ തലച്ചോറായി പ്രവർത്തിച്ചിരുന്നത് ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയിരുന്ന സിന്ധു എന്ന സ്ത്രീയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവർക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഒടുവിൽ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് അതിനാടകീയമായാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാനും അവിടെ നിന്നും നേരെ നേപ്പാൾ വഴിയോ മറ്റു രാജ്യം വിടാനുമായിരുന്നു സിന്ധുവിന്റെ പ്ലാൻ. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച പോലീസ് വല വിരിച്ചതോടെ മുംബൈയിൽ വെച്ച് ഇവർ കുടുങ്ങുകയായിരുന്നു. സിന്ധുവിന്റെ അറസ്റ്റോടെയാണ് ഈ റാക്കറ്റിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചും വ്യക്തമായ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു തുടങ്ങിയത്. ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ദുരുപയോഗം ചെയ്താണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. സിന്ധുവിന്റെ ഫോൺ പരിശോധിച്ച പോലീസിന് ഈ സംഘടിത കുറ്റകൃത്യത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന നിരവധി വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും ലഭിക്കുകയുണ്ടായി. മോഡലിംഗിനായി എത്തുന്ന പെൺകുട്ടികളുടെ പോർട്ട്ഫോളിയോ ചിത്രങ്ങളും മറ്റ് സ്വകാര്യ ചിത്രങ്ങളും സിന്ധു വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും വ്യക്തിപരമായും അന്താരാഷ്ട്ര ഇടപാടുകാർക്ക് അയച്ചു നൽകും. ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇടപാടുകാരുമായി പെൺകുട്ടികളുടെ ശരീരത്തിന് വിലയിട്ട് ഉറപ്പിക്കുന്ന വ്യക്തമായ ചർച്ചകൾ ഈ ചാറ്റുകളിലുണ്ട്. പണമിടപാടുകളെക്കുറിച്ചും ഏത് കറൻസിയിൽ പണം നൽകണം എന്നതിനെക്കുറിച്ചും സിന്ധു നേരിട്ട് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും ഇരയായ ഒരു യുവതി തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ദിവസേന ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഈ റാക്കറ്റിലൂടെ നടന്നിരുന്നത്. ഓരോ തവണയും പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സംഘത്തിന് 25,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ കമ്മീഷനായി മാത്രം ലഭിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ സംഘം പ്രയോഗിച്ചിരുന്ന പ്രധാന തന്ത്രം ദുബായ് ഫാഷൻ ഷോ എന്ന വാഗ്ദാനമായിരുന്നു. ഗ്ലാമർ ലോകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വിദേശത്ത് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു സ്വപ്നമാണ്. ഈ മനഃശാസ്ത്രത്തെയാണ് പ്രതികൾ ചൂഷണം ചെയ്തത്. ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതോടെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളുടെ ലോകം അവസാനിക്കുകയും കടുത്ത പീഡനങ്ങളുടെ നാളുകൾ ആരംഭിക്കുകയുമായിരുന്നു ചെയ്യുന്നത്. ഇവരെ വിമാനത്താവളത്തിൽ നിന്നും നേരെ മുൻകൂട്ടി നിശ്ചയിച്ച ഹോട്ടൽ മുറികളിലേക്കോ ഫ്ളാറ്റുകളിലേക്കോ മാറ്റും. അവിടെ വെച്ച് പെൺകുട്ടികൾക്ക് നൽകുന്ന മദ്യത്തിലും ആഹാരത്തിലും മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതരാക്കുകയാണ് ഇവരുടെ പതിവ് രീതി. പെൺകുട്ടികൾ പൂർണ്ണമായും അബോധാവസ്ഥയിലാകുന്നതോടെ ഒന്നിലധികം ഇടപാടുകാർക്ക് ഇവരെ കാഴ്ചവെക്കും. ദിവസങ്ങളോളം ഈ ക്രൂരത തുടരും. സാധാരണയായി 57 ദിവസത്തെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നത് വരെ പെൺകുട്ടികളെ വിദേശത്തെ തടങ്കലിൽ വെച്ച് പീഡിപ്പിക്കുകയും കാലാവധി തീരുന്നതോടെ തിരികെ നാട്ടിലേക്ക് കയറ്റിവിടുകയുമാണ് ഈ റാക്കറ്റ് ചെയ്തിരുന്നത്. പെൺകുട്ടികൾ ബോധരഹിതരാകുന്ന സമയത്ത് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രതികൾ ഒളിക്യാമറയിലും മൊബൈലിലും പകർത്തി സൂക്ഷിക്കുമായിരുന്നു. പീഡനത്തിന് ശേഷം പെൺകുട്ടികൾ ബോധം വീണ്ടെടുത്ത് പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചായിരിക്കും ഭീഷണിപ്പെടുത്തുക. നീ പോലീസിൽ പറയുകയോ നാട്ടിൽ ആരോടെങ്കിലും വെളിപ്പെടുത്തുകയോ ചെയ്താൽ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും. നിന്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കും. പ്രതികളുടെ സ്ഥിരം ഭീഷണി ഇതായിരുന്നു. നാണക്കേടും ഭയവും കാരണം പല പെൺകുട്ടികളും ഈ ക്രൂരതകൾ പുറത്ത് പറയാതിരിക്കാനും പരാതി നൽകാതിരിക്കാനും കാരണം ഈ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ഇരയായ ഒരു യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം തന്നെ പീഡിപ്പിച്ചെന്നും പുറത്തു പറഞ്ഞാൽ നാട്ടിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്നും ലഹരി കേസിൽ കുടുക്കുമെന്നുമാണ്. ഇത്തരത്തിൽ കടുത്ത മാനസിക പീഡനങ്ങളാണ് പെൺകുട്ടികൾ അനുഭവിച്ചത്. നിലവിൽ പിടിയിലായ സംഘം കേവലം കണ്ണികൾ മാത്രമാണെന്നും ഇവരെ നിയന്ത്രിക്കാൻ വൻ സാമ്പത്തിക സ്രോതസ്സുള്ള മറ്റു തോക്കുകൾ അണിയറയിൽ ഉണ്ടെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. കൊച്ചിയിലെ ഫാഷൻ ഷോകളുടെ സംഘടനകൾ, ചില സിനിമ സീരിയൽ നിർമ്മാതാക്കൾ, പ്രമുഖ വ്യക്തികൾ എന്നിവർക്ക് ഈ റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ എത്തിച്ച മുഖ്യപ്രതി സിന്ധുവിനെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഈ റാക്കറ്റിലെ വേരുകൾ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ക്രൂരവും സംഘടിതവുമായ കുറ്റകൃത്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇരകളെ ഉപയോഗിച്ച് വിദേശത്തു നിന്നും സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നും അണ്ടർവേൾഡ് ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. കേസിന്റെ വ്യാപ്തി വിദേശ രാജ്യങ്ങളിലേക്ക് നീളുന്നതിനാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടുമെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. വിദേശത്തു നിന്നുള്ള പ്രതികളെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതിനാൽ നയതന്ത്രത്തിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുമുണ്ട്. ദുബായ് പോലീസുമായി സഹകരിച്ച് അവിടുത്തെ ഹോട്ടലുകൾ ഫ്ളാറ്റുകളിലും പരിശോധന നടത്താനും സാധ്യതയുണ്ട്. ഇത്തരം ഒരു വലിയ ശൃംഖല തകർന്നാൽ മാത്രമേ ഇനിയും മലയാളി യുവതികൾക്ക് ചതിക്കുടിയിൽ വീഴുന്നത് തടയാൻ കഴിയൂ. ഈ കേസിലെ ഏറ്റവും സങ്കടകരമായ വശം ധീരമായി മുന്നോട്ട് വന്ന് പരാതി നൽകിയ ഇരയായ യുവതി നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ്. കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ്
മുന്നോട്ട് പോകുന്നതെന്നും അതിൽ തൃപ്തിയുണ്ടെന്നും വ്യക്തമാക്കിയ പരാതിക്കാരി തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളിലും ഭീഷണികളിലും കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. പലപ്പോഴും ഇത്തരം കേസുകൾ പുറത്തു വരുമ്പോൾ ഇരകളെ വീണ്ടും വേട്ടയാടുന്ന രീതിയാണ് സൈബർ ലോകത്ത് കാണാറുള്ളത്. പെൺകുട്ടികളുടെ സ്വഭാവഹത്യ നടത്താനും പ്രതികളെ സംരക്ഷിക്കാനും ചില നിഷ്പക്ഷ താൽപര്യക്കാർ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്തരം ഒരു ക്രൂരമായ റാക്കറ്റിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാണിച്ച ധീരതയെ സമൂഹം പിന്തുണയ്ക്കേണ്ടതുണ്ട്. കൊച്ചിയിലെ മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസ് കേരളത്തിലെ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു വലിയ താക്കീതാണ്. ഗ്ലാമർ ലോകത്തെ എല്ലാ തിളക്കങ്ങളും യഥാർത്ഥമല്ലെന്നും അതിന് പിന്നിൽ വൻ ചതിക്കുഴികൾ ഉണ്ടാകുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വിദേശത്തെ ജോലികളെക്കുറിച്ചോ വലിയ ഓഫറുകളെക്കുറിച്ചോ കേൾക്കുമ്പോൾ പൂർണ്ണമായും അന്വേഷണം നടത്താതെ ആരും ഇറങ്ങി പുറപ്പെടരുത്. ഇനിയും നിരവധി മലയാളി യുവതികൾ വിദേശത്ത് ഈ സംഘത്തിന്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അവരെല്ലാം സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും പ്രതികൾക്ക് അർഹമായ കഠിനശിക്ഷ ഉറപ്പാക്കാനും പോലീസിന്റെയും സർക്കാരിന്റെയും ശക്തമായ ഇടപെടൽ അനിവാര്യമാണ്. സൈബർ ലോകവും പൊതുസമൂഹവും ഇരയാക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.